ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇരുന്ത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇരുന്തെന്ന് വെച്ചാൽ നമ്മുടെ കല്ലുമ്മക്ക പോലെയൊക്കെ പുറന്തോടുള്ള ഒരു ജീവിയാണ്. ഇത് കടലിലും പുഴയിലൊക്കെ സുലഭമായി കാണുന്ന ഒരു ജീവി തന്നെയാണ്. ഇത് എളമ്പക്ക എന്നും ഇത്തിലെന്നും കക്ക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പുറന്തോട് കളഞ്ഞിട്ടാണ് നമുക്കിത് മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നത്. അങ്ങനെ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ ഇതിനെ നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം ഇതിൽ നന്നായിട്ട് പൂഴിമണ്ണ് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കിയെടുത്ത ഇത്തിളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായി കൈകൊണ്ട് തിരുമ്മി വെക്കുക. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത ഇളമ്പക്കയെ ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടാവുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന കക്കയെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായി നമുക്ക് ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് മറ്റ് സാധനങ്ങൾ ഒരു സൈഡ് വെന്തിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നത് പോലെ ചെയ്യാൻ പറ്റൂല. കാരണം ഇത് വളരെ ചെറിയ ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒരു സൈഡ് വെച്ചതിന് ശേഷം നമുക്കത് ഇളക്കി കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാൻ. ആദ്യത്തെ ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് കരിഞ്ഞു പോകുന്നതായിരിക്കും. കരിഞ്ഞു പോവാതെ ഇത് അത്യാവശ്യം മുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. നല്ലോണം വേവിച്ച് മാത്രമേ നമുക്കിത് കഴിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ചെറിയ വേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല. കാരണം കക്ക എന്ന് പറയുന്ന ജീവി വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തു നിന്ന് വേസ്റ്റ് എടുത്ത് കളയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത് നന്നായിട്ട് മുറുകി വരുന്ന സമയത്ത് ഇതിലെ വെളിച്ചെണ്ണ വേർതിരിഞ്ഞ് വരും. വെളിച്ചെണ്ണ അങ്ങനെ വേർതിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇത്തിളിനെ ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതേ പാനിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ അരിയാൻ പാടില്ല, വളരെ ചെറുതായിട്ട് മാത്രമേ ഇത് അരിയാൻ പാടുള്ളൂ. എന്നാലാണ് നമുക്ക് ഈ തേങ്ങയുടെ കൂടെ തന്നെ വറുത്തെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുള്ളൂ. അതുപോലെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് വേണം അതെടുക്കാൻ. പിന്നെ കുറച്ച് കറിവേപ്പില അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു എരിവ് ആവശ്യമുണ്ടെങ്കിൽ 1-2 വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയാൽ പോരാ, നല്ലോണം മുറുക്കി തന്നെ എടുക്കണം. അതായത് നമ്മൾ സാമ്പാറിനൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുന്നത് പോലെ വറുത്തെടുക്കണം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് നല്ല ജീരകവും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിന് കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായി നമുക്ക് മുറുക്കിയെടുക്കേണ്ടതാണ്. അടി പിടിക്കാതെ നോക്കണം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് ഇത് മുറുക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് മുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി നമ്മൾ വേവിച്ച് മുറുക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരാഴ്ചയോളമൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഇത് കേടുകൂടാതെ കുറച്ച് ദിവസം സൂക്ഷിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഇത് കൊടുത്തുവിടാൻ പറ്റുന്നൊരു വിഭവം കൂടിയാണ്. ഇതിപ്പോൾ ഏകദേശം നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ കരിഞ്ഞു പോവാതെ വേണം ഇങ്ങനെ ബ്രൗൺ കളറാക്കി എടുക്കാൻ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസമായിരിക്കും ഇതിന്. ഇത് നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇത്തിള് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത്തിൾ മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മുറുക്കിയെടുക്കണം. കാരണം ഇത്തിളും കൂടെ ഒന്നുകൂടെ നന്നായിട്ട് ചൂടായി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒരുമിച്ചായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും മറ്റ് രാവിലെ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഒരു ചമ്മന്തിപ്പൊടിയുടെ ഒരു പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇത്തിളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കക്കിറച്ചി കൊണ്ടുള്ള സ്പെഷ്യൽ ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.